നഴ്സിംഗ് ക്ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ 40 വയസ്സ് വരെ ഉള്ള ഒരു നഴ്സിംഗ് പാസ്സായ ഒരാളെ സംബന്ധിച്ച് അവർക്കും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലേക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലെത്തിക്കുന്നത്. സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന UP ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതും ചെറിയ വേക്കൻസീസ് അല്ല, 1200 വേക്കൻസിയാണ് ഇപ്പോൾ പ്രസൻ്റ്ലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫ്രഷേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത്, അതായത് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രഷർ മുതൽ 40 വയസ്സ് വരെയുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ആ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലി ആർക്കും സ്വന്തമാക്കാം. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.sgpgims.org.in എന്നുള്ള സൈറ്റിലാണ്, എന്നുള്ള വെബ്സൈറ്റ് അഡ്രസ്സിലാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര സാലറി കിട്ടും എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മുടെ സാലറി ഏറ്റവും കുറഞ്ഞത് 80,000 റുപ്പീസാണ് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ സാലറി. അതായത് 80,000 പ്ലസ് സാലറിയാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. UP ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ്. കമ്പാരിറ്റീവ്ലി വർക്ക് ലോഡ് കുറഞ്ഞൊരു സ്ഥാപനം തന്നെയെന്നാണ് ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് പറയുന്നത്. ഇതിലുള്ള ഏജ് ബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ ഇതിലവർ ചോദിച്ചിട്ടുള്ളത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc കഴിഞ്ഞവരോ BSc നഴ്സിംഗ് കഴിഞ്ഞവരോ അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. നമ്മളെ കേരള നഴ്സിംഗ് കൗൺസിലോ ഏതെങ്കിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ INCയുടെ രജിസ്ട്രേഷനോ കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി അതല്ല നിങ്ങൾ GNM ആണ് പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ് പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് കൂടെ അവർ പറയുന്നുണ്ട്. 2 ഇയർ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഇൻ 50 ബെഡഡ് ഹോസ്പിറ്റൽ എന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇതിൻ്റെ എക്സാം വരുന്നത് കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. പ്രസൻ്റ്ലി ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അതിൽ പറഞ്ഞേക്കുന്ന നമ്മുടെ ബ്രോഷറിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും മേജർ സിറ്റീസിൽ എക്സാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹാൾ ടിക്കറ്റ് ഇതിൽ അവൈലബിൾ ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റ് അഡ്രസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18th ജൂലൈ, അതായത് 18th ജൂണിൽ അത് സ്റ്റാർട്ട് ചെയ്തു. 1 മന്ത് ടൈമുണ്ട്, 18th ജൂലൈ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീയിലേക്ക് വരുമ്പോഴത്തേനും അൺറിസർവ്ഡ് കാറ്റഗറിയും OBC കാറ്റഗറിയും ഇതിൽ ടോട്ടൽ ആപ്ലിക്കേഷൻ ഫീ പ്ലസ് GST അടക്കം 1180 രൂപയാണ്. ഇനി OBC ആണെന്നുണ്ടെങ്കിൽ SC അല്ലെങ്കിൽ ST ആണെന്നുണ്ടെങ്കിൽ 708 രൂപയാണ് ഫീസ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയാനില്ല, കാരണം ഇതിനു മുമ്പുള്ള പല എക്സാംസും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് വിളിച്ചിട്ടുള്ളതിൽ 3000 വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി ഇതൊരു എമൗണ്ടായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് കിട്ടുന്ന സാലറിയുടെ വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഈ 1008 അല്ലെങ്കിൽ അതിൽ കൂടിയതോ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എമൗണ്ട്. സോ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1200 പേരിൽ ഒരാളാകാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ ANS അക്കാഡമി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടു നോക്കാം. അതിലോരോ ടോപ്പിക്സ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ANS അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ട് ഓൺലൈൻ ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ട. വെബ്സൈറ്റ് അഡ്രസ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ വേണം, അതുപോലെ തന്നെ നമ്മുടെ ഒരു സൈൻ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതുപോലെ നമുക്കൊരു വാലിഡ് മെയിൽ ID വേണം. പിന്നെ മാർക്ക് ഷീറ്റ്സ് 10th +2 ദെൻ അതുപോലെ ഗ്രാജുവേഷൻ, നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ രജിസ്ട്രേഷൻ, ഇതിൻ്റെ എല്ലാം നമ്മുടെ സ്കാൻഡ് ഷീറ്റ്സാണ് വേണ്ടത്. സ്കാൻഡ് ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റും നമുക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണം.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏജ് ബാറിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ജാനുവരി വെച്ചിട്ടാണ് നമ്മളെ ഏജ് കൂട്ടുന്നത്. അപ്പോൾ മാക്സിമം 40 ഇയേഴ്സ് വരെ ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 1200 വേക്കൻസിയിൽ ഒരു വേക്കൻസി, ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, സോ ഇതുവരെ നമുക്ക് കാര്യമായിട്ട് എക്സാമിനൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പല എക്സാം എഴുതി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഉള്ള വിഷമിച്ചിരിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കുക, 40 വയസ്സായി ഇനി അങ്ങോട്ട് ജോലി ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. കാര്യം എന്തുകൊണ്ട് 40 ഇയേഴ്സിൽ നിങ്ങളൊരു സർവീസിൽ കയറി കഴിഞ്ഞാൽ 55 60 ഇയേഴ്സ് വരെ, അല്ലെ 20 ഇയേഴ്സ് ഉണ്ട്. ആ 20 ഇയേഴ്സിൽ ഓരോ മാസവും 80,000 പ്ലസ് സാലറി കിട്ടുന്ന ഒരാൾക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ലൈഫ് എത്രമാത്രം ചേഞ്ച് ചെയ്യുമെന്നുള്ളത്. ഞാൻ പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കാരണം നമുക്ക് നാട്ടിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് UP പോലുള്ളൊരു സ്ഥലത്ത് പോയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു നല്ല സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി എങ്ങനെ പഠിക്കുമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ അത് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കുക. പറ്റുന്നവരെല്ലാം മാക്സിമം അപ്ലൈ ചെയ്യുക. ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഞാൻ പല വീഡിയോസിലും പറയുന്നത് പോലെ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. കാരണം സ്റ്റാർട്ടിങ് സാലറി, നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒരു ഹൈ സാലറി, അതും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും നല്ലൊരു സാലറി കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ കിട്ടുന്ന ഓപ്ഷൻസിൽ ആദ്യം കയറി പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എബ്രോഡ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എബ്രോഡ് ട്രൈ ചെയ്യാം, അല്ലെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിലേക്ക് ട്രൈ ചെയ്ത് വേറെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, സോ നല്ല രീതിയിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് മാർക്സ് സ്കോർ ചെയ്ത് ഈ ഒരു എക്സാം എഴുതിയെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. 18th ജൂലൈ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്ലാസ്സിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു.